ഗൈസ് വെൽക്കം ബാക്ക് ടു ബി ടോക്സ്. ബാക്കി പറയുക ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഒരു കടി, രണ്ട് കടി, മൂന്ന് കടി. ഇല്ല, നിങ്ങൾ മൂന്ന് കടിയന്മാരാണ് ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. ഇല്ല, ഞാൻ കടിയൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ചാലഞ്ച് നമ്മള് മലയാളത്തിൽ തുടങ്ങിയതാണ് ഗൈസ്. അപ്പോ 1 ബൈറ്റ്, 2 ബൈറ്റ്, 3 ബൈറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചാലഞ്ച് എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോ ഈ ഒരു മൂന്ന് കടിയന്മാരായിരിക്കും നമ്മുടെ ചാലഞ്ചിൽ, സോറി, ഇത് ഈ മൂന്ന് മത്സരാർത്ഥികളായിരിക്കും നമ്മുടെ ചാലഞ്ചിൽ. നമുക്ക് ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് കടിക്കുന്നവരാണ്. 1 ബൈറ്റ് കിട്ടുന്ന ആള് ഒരു കടി മാത്രമേ കടിക്കാവൂ, ആൻഡ് 2 ബൈറ്റ് കിട്ടുന്ന ആള് 2 കടി മാത്രം കടിക്കുക, ആൻഡ് 3 ബൈറ്റ് കിട്ടുന്ന ആള് 3 കടി കടിക്കാം. ഓക്കെ, എല്ലാവരും ചെയ്യേണ്ടത് മിനിമം ഒരു ലെവൽ, ഒരു ക്വാണ്ടിറ്റി കടി ഉണ്ട്, അത് എന്തായാലും കടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചാലഞ്ചിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആപ്പിൾ ആണ് ഗൈസ് വെച്ചിട്ടുള്ളത്. അപ്പൊ 3 പേർക്കും നമ്മൾ സെയിം സൈസിലുള്ള ആപ്പിള്, ഏറെക്കുറെ സെയിം ആണ്. എന്റെ ആപ്പിളിൽ അടി ഉണ്ടാക്കല്ലേ, എനിക്ക് ഒരെണ്ണം തന്നിട്ടില്ലേ? ആപ്പിളല്ലേ തൊട്ടൂടെ? കണ്ട ആപ്പിളെല്ലാം തൊടില്ല, നീ ആപ്പിളിൽ തൊടുള്ള അതിലിപ്പോ ചെറുക്കിയപ്പോ ശരിയാ ശരിയാ. ഈ നമുക്ക് തീരുമാനിക്കേണ്ടത് ആർക്കാണ് 1 ബൈറ്റ്, 2 ബൈറ്റ്, 3 ബൈറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്ലേറ്റ് ഒക്കെ നീക്കി വെച്ച് എല്ലാവരും പിടിക്കുന്നില്ലേ? കൊമ്പൻ കാര്യമായിട്ട് എണ്ണി എടുത്തല്ല, അപ്പൊ എന്താണ് സാരില്ല. ഓക്കെ, നമുക്ക് കൊമ്പൻ തുറക്കാം. 2 ബൈറ്റ്. ഓ, ഭാഗ്യമുണ്ട്. അയ്യോ, ഇതിലെനിക്ക് ഭാഗ്യമില്ലാത്തവരെ ഞാൻ പിന്നെ ഓർത്തേ. അന്നു ഞാൻ ഓർക്ക നോക്കട്ടെ. എഡ്വിൻ BCBക്ക് ഭാഗ്യമുണ്ടല്ലോ. 1 ബൈറ്റ് അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല. നോ ബൈറ്റ് വെച്ചാൽ മതിയായിരുന്നു, 1 ബൈറ്റ് ഒന്നും വേണ്ടായിരുന്നു. തുടങ്ങി എഡ്വിൻ BCB സ്കോർ ചെയ്യാൻ തുടങ്ങി കേട്ടാ. ഞാൻ മര്യാദക്ക് ഇവിടെ എടുക്കാൻ പോയതല്ലേ, നീയല്ലേ പിടിച്ചു ചെയ്തോട്ടെ. അറിയാലോ, കടിക്കേണ്ട രീതി അറിയാലോ. നോർമലി കടിക്കുന്ന കല്ലിൽ ഒന്നായിട്ട് വായിലിടാൻ വെക്കരുത്. എന്ത് അല്ല, അങ്ങനെ പ്രാക്ടീസ് ചെയ്തതാണോ? നന്നായിട്ട് തറക്കുന്നുണ്ടല്ലോ. പല്ല് പൊട്ടല്ലോ, ഒന്നും സൗണ്ട് കേട്ട് പല്ല് പോയി, പല്ല് അതിലിരിക്കുന്നത്. നിനക്ക് 1 ബൈറ്റ് ആണ്, ഒറ്റ കടിയുള്ളൂ കേട്ടാ. പല്ലവിടെ ഇരിക്കുന്നുണ്ടോ? ഓ, ഒരു ആപ്പിളിന്റെ പകുതിയല്ലേ പോയത് ബ്രോ. ഇത്രയും വലിയ വായ വെച്ചിട്ട് ഇത്ര ചെറിയ പീസ കടിച്ചോളാം. 3 ആ കാര്യം മറന്നുപോയി. എഡ്വിൻ BCBന്റെ കേട്ടിട്ട് ഒന്ന് മാറ്റിച്ചോണേ. രണ്ടില്ലേ? ആണോ? ഒന്ന് മാറ്റി. അയ്യോ, ഒരു പീസിൽ നീ ഇങ്ങനെ വളച്ച് കടിച്ചല്ലേ, നീ എന്താ പോലെ പാമ്പാ അവിടെ. അപ്പൊ എന്തായാലും ഇവിടെ 1 ബൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 2 ബൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 ബൈറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. 3 ബൈറ്റിൽ 3 കടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ 1 ബൈറ്റ് ഇത്രയാണോ നിങ്ങള്? പിന്നെ ഞാൻ തീർക്കുമായിരുന്നു. ഓ, പിന്നെ ഒന്ന് കടിച്ചാ കഴിഞ്ഞ അവനാക്കിയതെങ്കിലും ഞാനാക്കും. അപ്പൊ ഇനിയുള്ള റൗണ്ടിൽ വരുന്ന ഫുഡൊക്കെ ഇതേ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിച്ചേ. ഇയാൾക്ക് കിട്ടി ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കണം. ഞാൻ ആട്ടുകടി കുഞ്ഞുകടി അടിച്ച്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ എന്ത് ഫുഡ് ആയിട്ടാ നോക്കാം. ആർക്കൊക്കെയാണ് 1 ബൈറ്റ്, 2 ബൈറ്റ്, 3 ബൈറ്റ് കിട്ടാൻ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ റൗണ്ടിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കുക്കുംബർ ആണ് വെച്ചത്. അത് എല്ലാവർക്കും സെയിം സൈസിലുള്ള സാധനം. ഓക്കെ, മണി വെച്ച് നോക്കുക. എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടാവും. ഇല്ല, വ്യത്യാസമില്ല. അടിപൊളി. അപ്പൊ നേരത്തെ കടിച്ച കടിയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, അതേപോലത്തെ കടികളായിരിക്കണം ഈ റൗണ്ടിലും. നമ്മുടെ ചാർലി ആദ്യം തുറക്കുന്നതായിരിക്കും. 2 ബൈറ്റ്. 1 ബൈറ്റ്. KMC കൊമ്പൻ ആദ്യം ഒരു ആക്രാന്ത മൊത്തം ഒരു കടി അടിച്ച് ഒരു കൊതിയുണ്ട്. കൊമ്പന് കാഴ്ചയൊക്കെ 1 ബൈറ്റ് ആണ്. ആ ഒരു കടി ഇന്നെന്താണ് പിടിച്ച അത്രയും കൊതിയായി അവിടെ വെക്കാത് പിടിച്ചോണ്ടിരിക്കാൻ. അവിടെ വെക്കി കഴിഞ്ഞ് കഴിഞ്ഞില്ലേ, കടിച്ചില്ലേ, ഇനി മാറ്റി വെക്ക്. 3 ബൈറ്റ് ആണ് നമ്മുടെ ആശാൻ കിട്ടി. ഇത് വലിയ ചെറിയ പീസല്ല, ആ മോൾ ഭാഗല്ലേ. കൈ മാറ്റിട്ടടി ജ്യൂസി ആണോ വന്നിട്ടല്ലേ? കുറച്ച് ഉപ്പും മുളകും കുരുമുളകും കിട്ടുന്ന. ഓ, തരില്ല. കുടുങ്ങിപ്പോയാ നാവും കൂട്ടി കടിക്കല്ലേ കരുത്. അതെന്നെ പറഞ്ഞത്. ഇത്ര കടി അടിച്ച്, ഇത് ഒറ്റ കടിയാ.
സെയിം സൈസ് ആയിരുന്നില്ല ഒറ്റ കടിക്കാൻ ചാലഞ്ച് ആയിട്ട് എടുക്കുക. അതാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഇപ്പൊ കൊമ്പൻ 1 ബൈറ്റോടെ ഫിനിഷ് ആയിട്ടുണ്ട്, നാളിന് 2 ബൈറ്റും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എഡ്വിൻ ബിസിബിൽ 3 ബൈറ്റിൽ ഒരു കടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 കടി ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. തീരട്ടെ. കണ്ട നല്ല എക്സ്പീരിയൻസ് അല്ലേ? കൈമാറ്റി തെറിക്കൂല അങ്ങനെ ഉള്ളതാ. ഇല്ല കുഴപ്പമില്ല, പോവും. ഓക്കെയാണ്, പോവും. ഓരോ തുള്ളിയും വിലപ്പെട്ടാണ് അല്ല. മൊത്തല്ല ഫുഡ് വേസ്റ്റ് ആക്കരുത്. ഇത്ര കടിക്കും. ഞാൻ കാണിച്ചു തരാം. ഓ അങ്ങനെ അകത്തേക്ക് എന്റെ പൊന്നേ. 3 ഇതൊക്കെയാണ് കടി എന്ന് പറഞ്ഞ ഇതാ. എന്നാൽ ഈ ഒരു റൗണ്ട് കിടിലായിട്ടാണ് നമ്മുടെ എഡ്വിൻ BCB ഇവിടെ കളിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വെള്ളരിക്കട വെള്ളം മൂക്കി കൂടെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാം ഗൈസ്. ഈ റൗണ്ടിൽ നമ്മൾ നല്ല അടിപൊളി വലിയ സവാള എടുത്തിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ് ഫ്രം കാക്കനാട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് 3 പേപ്പർ ഇതോടെ റെഡിയാണ്. ഫുള്ള് ഷഫിൾ ചെയ്ത് ഞാൻ അവിടെ കലക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. പ്ലേറ്റ് തട്ടിയെടുത്ത് കൊമ്പനെ തുറക്കണോ അതോ ചാല് തുറക്കണോ? ആര് തുറക്കണം? ഞാൻ തുറക്കാം. നീ തുറക്കും. 2 ബൈറ്റ് ഭാഗ്യമുണ്ട് കൂട്ടുകാർ, അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്. ഓക്കെ, കൊമ്പനോ 1 ബൈറ്റ്. അയ്യോ, BCBക്ക് 1 കിട്ടുമോ? 3 കിട്ടുമല്ലേ? അയ്യോ, 3 കിട്ടിയാ? അയ്യോ, കടിച്ചോ. ഓക്കെ ഗൈസ്, അപ്പൊ നേരത്തെ കടിച്ച കടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം. ഞാൻ കുഞ്ഞിക്കടിയായിട്ട് കടിക്കുള്ളൂ. ആണോ? കുഞ്ഞിക്കടി അടിച്ച കുഞ്ഞിക്കടി നമ്മൾ ഇവിടുന്ന് ഇവനെ കൊണ്ട് കടിപ്പിക്കുന്നേ കേട്ടല്ല. ആദ്യത്തെ കടിയാണ് എടുക്കണമെന്ന് കമ്പനി നേരത്തെ പറഞ്ഞു. ഞാൻ കുഞ്ഞിക്കടി അടിച്ചത്. ഓക്കെ, കൊമ്പൻ ഇവിടെ 1 കിട്ടി, എഡ്വിൻ മ്യൂസിക് 2 കിട്ടി, ഇവിടെ 3 കിട്ടി. ഗൈസ്, ഓർഡറിൽ തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കൊമ്പന്റെ ഒരു കടി കാണാം. ചുണ്ണു കുട്ടി കടിച്ച പെട്ടെന്ന് ഇറക്കി വിട്. ഇറക്കി വിട്ടാ ഗ്യാസ് ഉള്ളിന്റെ ഗ്യാസാ. ഓക്കെ, ഇനി 2 കടി. ഒരു റിയാക്ഷൻ ഇടാൻ പാടില്ല. ചാർലിക്കുള്ള ടാസ്ക്, എഡ്വിൻ മ്യൂസിക്കുള്ള ടാസ്ക് അതാണ്. ഒരു റിയാക്ഷൻ ഇടാൻ പാടില്ല. ചെവി കൂടെ ട്രെയിൻ പോകുന്നു. എന്തൊരു ഭാഗ്യടാ എനിക്ക്. ഓളിച്ചു ബ്രോ. ഓക്കെ ഗൈസ്, അപ്പൊ 2 ബൈറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ ചാർലി BCBയുടെ 3 കടി. അയ്യോ, ആദ്യം പറഞ്ഞോ തന്നെയല്ലേ. അയ്യോ, തൊലിക്ക് വേദനിച്ചു. എന്റെ കുക്കുംബറിന് എന്തോ ചെയ്തായിരുന്നു. ഇത് കമ്പനി പറയണം. എന്ത് അണ്ണാക്കിലോട്ട് ഇട്ടൂടെ അവന്? 3 കടി ഒരുമിച്ച് അടിച്ചോട്ടെ. അവൻ തന്നെ കടിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിപ്പിക്കും. എടാ പെട്ടെന്ന് ആ കടി കടിക്ക്, അല്ലെങ്കിൽ ആ ഒറ്റ 2 3 അങ്ങനെ ഒന്നുകൂടെ അത് പൊളിച്ച്. തുപ്പല്ലേ കടിച്ചിട്ട് 3 കടിച്ചു. പെട്ടെന്ന് കണ്ണെന്തോ പറ്റി ചമലിച്ച. നോ റിയാക്ഷൻ അടക്കം നടത്തേണ്ടി വരും. നാളത്തെ പത്രത്തിൽ സവാള നിന്ന് ഇറക്കിയാ എന്റെ പണി താഴെ അമ്മാതിരി വേണ്ടി ഇത് ഊരി. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ 3 ആൾക്കാരും കൂടെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകും ഗൈസ്. അപ്പൊ നമ്മൾ ഈ റൗണ്ടിൽ നമ്മളെ പ്രോട്ടർ റോളാണ് ഗൈസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഷഫിൾ ചെയ്തേ
പൊറോട്ട പോയി. അല്ലല്ല എഡ്വിൻ ബി സി തുറക്കട്ടെ. ത്രീ ബൈറ്റ് ഇനി ചാലി തുറക്കട്ടെ. ചാലി തുറക്കട്ടെ. പറഞ്ഞിട്ട് കാര്യമില്ല, 3 കയ്യിൽ നിന്നല്ലേ തന്നത്. 1 ബൈറ്റ്. ബ്രോ ഇതെനിക്ക് 3 ബൈറ്റ് അല്ലേ, അതെനിക്ക് ബ്രോ സവാള കടിച്ച പോലെ ചെറിയ പീസ്. ഓക്കെ നിനക്ക് ഏത് കിട്ടി? ഞാൻ ടു ബൈറ്റ് പകുതി മൊത്തം തീർന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ എന്നടാ എനിക്ക് ഒരു പൊറോട്ട ഇതിന് 2 ബൈറ്റ് തീർന്നാ പിന്നെ നിങ്ങളുടെ നിന്ന് കടിക്കാനുള്ളതാണ് ഒരു ബൈറ്റ്. ഇതെന്തൊരു കള്ളത്തരാണ്. എന്തൊക്കെ കാണണം എന്തോ എന്തൊക്കെ തൊണ്ട കുടുങ്ങി ചത്ത പോലെ. 1 ബൈറ്റില് ഫുള്ള് തിന്നു, 2 ബൈറ്റില് ഫുള്ള് തിന്നു, 3 ബൈറ്റിൽ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. എഡ്വിൻ മിസ്സിന് എന്തൊക്കെ പ്രശ്നം ഉണ്ട് കേട്ടോ. ക്ലൂനാന്ന് കാണണ്ട. നോട്ട് കിട്ടിയ 3 ബൈറ്റാ. അതിപ്പോ ഇങ്ങനെയും പോയി കൂടുള്ളവരെല്ലാം തിന്നും ചെയ്തു അല്ലേ. എന്ത് അവസ്ഥയാണ് നോക്കിയേ. എന്റെ പൊന്നെ കാശ് ഒരു പൊറോട്ട ഉള്ളിൽ എന്താണ് ഫില്ലിങ്? ചിക്കനാണോ? ചിക്കന്റെ ഫില്ലിംഗ് ഉള്ള ഒരു പൊറോട്ട റോള് മൊത്തം തിന്നു കാശ്. ഒറ്റടി വായിലുണ്ട്. പൊളി 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 ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ പൊറോട്ട റോളിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. എല്ലാവരും ഫിനിഷ് ചെയ്ത് ഗൈസ്. ഓക്കെ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാലഞ്ച്, ഈ റൗണ്ട് എന്ന് പറയുന്നത് ഗൈസ്. അപ്പൊ നമ്മുടെ 1 ബൈറ്റ് 2 ബൈറ്റ് 3 ബൈറ്റ് ചാലഞ്ചില് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ കുറച്ച് സോസ് തേച്ച നമ്മുടെ എഗ് പപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ 3 പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് വിത്ത് സോസ്. 3, 2, 1. കൈ വന്ന ഭാഗ്യം വിട്ട് കളയരുത് പിന്നെ. അത് കൈ വന്ന ഭാഗ്യമല്ല, അതാണ് എന്റെ കൈ വന്ന ഭാഗ്യം. തലം തരൂല. ഫസ്റ്റ് കോമ്പോ നോക്കട്ടെ. 1 ബൈറ്റ്. ചാർലി ബി സി ബി. ഇതാ തട്ടിത്തെറിപ്പിക്കുന്ന കൈ വന്ന ഭാഗ്യം പറഞ്ഞാണോ? ആദ്യം നമ്മുടെ 1 ബൈറ്റ് കഴിക്കട്ടെ. 1 ബൈറ്റ് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് ചത്തു പോലെ കടിച്ചാൽ മതി. ഇങ്ങനെ അയ്യോ മുട്ട ആസയിടൊന്നുണ്ടല്ലേ. പോയോ? വെച്ചോ 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 താഴെ വെച്ചോ താഴെ വെച്ചോ താഴെ വെച്ചോ. നാളത്തെ ദിവസം പപ്സ് കഴിച്ച് കൊമ്പൻ മയ്യത്തായി. 1 ബൈറ്റ് സക്സസ്ഫുള്ളി. കൊമ്പനി പിന്നെ പപ്സ് കഴിച്ചു നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ സീൻ. ഇനി നമ്മുടെ 2 ബൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. 2 ബൈറ്റിൽ ഇത് മൊത്തം തീർക്കണം. അതാണ് നിന്റെ ചാലഞ്ച്. ഓക്കെ നോക്കുക അപ്പഴെന്നെ കൊണ്ടുപോകും. എന്തായാലും സിമ്പിൾ ഇടണം കേട്ടോ. ഒരു ഹിന്റ് തരണം. കൊണ്ടുപോകും കേട്ടാ. ഓക്കെ come on. പപ്സിന്റെ 75% ഫസ്റ്റ് ബൈറ്റില് കഴിച്ചിട്ടുണ്ട്. അന്തസ്. വാ ചാർലി ചാർലി കടി. കേട്ടില്ല സമയമുണ്ട്. നീ അത് ഇറക്ക്. അപ്പൊ കടി അടിക്കട്ടെ. ചാർലിന്റെ 3 ബൈറ്റ് ആണല്ലോ, കുഴപ്പമില്ല. 2 ബൈറ്റ് ഇപ്പൊ കഴിച്ച ഇനി ഒറ്റ വെയിറ്റേ ഉള്ളൂ. കുഴപ്പമില്ല, അല്ലാണ്ട് വേറെ വഴിയില്ല. അറിയാണ്ട് 2 കടി അടിച്ചതാ. എന്തൊരു തർക്കിക്കുന്നു. ഒമ്മേ ഹാപ്പി ഹാപ്പി ഉണ്ട്. മുട്ടന്റെ പീസ്. സക്സസ് ഗായ്സ്. ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ 2 ബൈറ്റും 3 ബൈറ്റ് കിട്ടിയാണ് ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു റൗണ്ട് ഗായ്സ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും 1 ബൈറ്റ് കിട്ടിയ കൊമ്പൻ കുറച്ച് പീസ് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കഴിച്ചു കേട്ടോ ഗായ്സ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം ഗായ്സ്. അപ്പൊ നമ്മൾ റാപ്പിഡ് ബൂസ്റ്റ് ആണ് ഗായ്സ് നമ്മുടെ ഈ ഒരു റൗണ്ടിൽ വെച്ചിട്ടുള്ളത്. ഈ റൗണ്ടിൽ 1 ബൈറ്റ് കിട്ടുന്ന ആള് ഇത്ര കടിക്കാവൂ. ചുമ്മാ ഓക്കെ ഗായ്സ്. അപ്പൊ നമുക്ക് ചുമ്മാ പറഞ്ഞ അല്ലേലും അങ്ങനെ കടിക്കൂല. ഓക്കെ ഗൈസ്. അപ്പോൾ 3 പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ചീട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് അപ്പോൾ ഇതിനെ ഷഫിൾ ചെയ്ത് അയ്യോ ഷഫിൾ ചെയ്ത് ഫസ്റ്റ് നമ്മുടെ KMC കൊമ്പ് നോക്കട്ടെ. 3 ബൈറ്റ്. സൂപ്പർ. ഞാൻ 3 ബൈറ്റ് ആക്കാം. അപ്പൊ അവര് 2 ബൈറ്റ് കൊടുക്കുന്നുള്ളത്. അയ്യോ അപ്പൊ എല്ലാം നിനക്ക്. അപ്പൊ എല്ലാം ചാർലി. 1 ബൈറ്റ് ആണ്. ഇത് തുറക്കരുത്, ഒന്നും ചെയ്യരുത്. ഇത് എങ്ങനെ തിന്ന അതുപോലെ 3, 2, 1 കടിച്ചോ.
അന്ന് ഇതൊന്നും ഇരുന്നപ്പോഴത്തേക്ക് ഇല്ല ഒന്നും ചെയ്യരുത് അതില്. ആ കടിച്ചോളം എന്താ കാണിക്കുന്ന അതിന് സേവ്. പിന്നെ എന്റെ ഇഷ്ടം ഏത് വശം കടിക്കണമെന്ന്, പിന്നെ നിങ്ങളുടെ ഇഷ്ടമൊന്നുമല്ല. Okay, so guys, one bite successfully പകുതി മുക്കാലും കഴിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ അല്ലേ? അപ്പൊ ഒരു കടി അടിച്ചോ, 3ത്തെ ഒരു കടി. അന്തസ്. ചാർലി ബിസ്മിൽ 2 ബൈറ്റ്. ചാർലി 2 ബൈറ്റിൽ സാധനം മൊത്തം തിന്നുവാണെങ്കിൽ നീ വിന്നർ. ഓക്കെ അത് പോയി, അത് മാറ്റി വെച്ചോ. കൊമ്പന്റെ സെക്കൻഡ് അടി. പൊന്നു കൽവേ പൊളിച്ച് താഴേക്ക് ചിക്കൻ തൊണ്ടേ കൂടി കണ്ണൊക്കെ ലാസ്റ്റ് ബൈറ്റ് ആണ്. ആ ഇല മാത്രം ബാക്കി. ഓ മൈ ഗോഡ്. ലാസ്റ്റ് ബൈറ്റിൽ കൊമ്പ ഫിനിഷ് ചെയ്യില്ല എന്ന് നമുക്കറിയണ്ട്. കാരണം 2 ബൈറ്റിൽ ചാലോടെ ഫിനിഷ് ചെയ്യുന്നുണ്ടോ? 210 രൂപ കൊടുത്ത് ചത്തെന്ന് പറയും. എന്തൊരു വായടേ ചാളിയാത്ത. ഇപ്പൊ നിങ്ങളുടെ വായിക്ക് എന്നാ പറയണ്ട കിണറാ. ഞാൻ 3 ബൈറ്റില്ല, അവിടെ 2 ബൈറ്റ് തീർത്തടാ. എനിക്കൊരു ബൈറ്റ് കൊടുത്താ. കൊമ്പൻ ലാസ്റ്റ് അടി. ഇടക്കിടക്ക് സ്റ്റക്കായി പോകുന്നുണ്ട് ഈ ചെക്കൻ. സത്യമായിട്ട് ചത്ത് കൊമ്പൻ ഇനി റാപ്പിഡ് ബസ് ജമ്മത്ത് കഴിക്കില്ല, മടുപ്പിച്ച് കാണും റാപ്പിഡ് ബസ്. ഓക്കെ ഗൈസ്, എന്തായാലും അപ്പൊ നമ്മുടെ 1 ബൈറ്റ് അല്ലാതെ ബാക്കി 2 ബൈറ്റും 3 ബൈറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ എനിക്ക് തിന്നിരുന്നത് എന്നെ ഇപ്പൊ കൊണ്ടുപോയിരുന്നു മെഡിക്കൽ കോളേജിലേക്ക്. സത്യം ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നവരെ